നമസ്കാരം സുഹൃത്തുക്കളെ, ഐഷാം ഐഡിയാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു സുവർണ അവസരമുണ്ട്. മാർച്ച് 23-നകം പേര് ചേർത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധിക്കൂ. നിങ്ങൾ 18 വയസ്സ് തികഞ്ഞ ഒരാളാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ വോട്ടർ ഐ.ഡിയിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്താനുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇത് എങ്ങനെ ലളിതമായി വീട്ടിലിരുന്ന് ചെയ്യാം എന്ന് നമുക്ക് വിശദമായി നോക്കാം. നമ്മുടെ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ അവകാശമാണ് വോട്ട് ചെയ്യുക എന്നത്. പലപ്പോഴും പലരും പറയുന്നത് കേൾക്കാം, എനിക്ക് വോട്ടർ ഐ.ഡി ഉണ്ട്, പക്ഷേ ലിസ്റ്റിൽ പേരില്ല എന്ന്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമായ മാർച്ച് 23 വരെയാണ് നമുക്ക് സമയം അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയും വൈകരുത്. 18 വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും പുതിയ വോട്ടറായി രജിസ്റ്റർ ചെയ്യാം. വെറും ഒരു ഐ.ഡി കാർഡ് എന്നതിലുപരി ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ തിരിച്ചറിയൽ രേഖ കൂടിയാണിത്. പ്രധാനമായും 2 വഴികളിലൂടെയാണ് നമുക്ക് അപേക്ഷിക്കാൻ കഴിയുക. ഒന്ന്, ഇലക്ഷൻ കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ voters.eci.gov.in വഴി. 2, നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഈ ആപ്പ് വഴിയും ചെയ്യാം. അക്ഷയ സെൻ്ററുകളിൽ പോയി പണം നൽകി ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോണും ഇൻ്റർനെറ്റും ഉണ്ടെങ്കിൽ സ്വന്തമായി ചെയ്യാം. ഇനി നമുക്ക് ആ സ്റ്റെപ്പുകൾ ഓരോന്നായി നോക്കാം. ആദ്യമായി പേര് ചേർക്കുന്നവർ പൂരിപ്പിക്കേണ്ടത് ഫോം 6 ആണ്. ഇതിൽ നിങ്ങളുടെ പേര്, ജനനത്തീയതി, അഡ്രസ്സ് എന്നിവ വളരെ കൃത്യമായി നൽകണം. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആധാർ കാർഡിലോ മറ്റ് രേഖകളിലോ ഉള്ളതുപോലെ തന്നെ സ്പെല്ലിംഗ് നൽകാൻ ശ്രമിക്കുക. അച്ഛൻ്റെയോ ഭർത്താവിൻ്റെയോ പേര് ചേർക്കാനുള്ള കോളവും ഇതിലുണ്ടാകും. പ്രവാസി വോട്ടർമാർക്കാണെങ്കിൽ ഫോം 6A ആണ് പൂരിപ്പിക്കേണ്ടത്. നിങ്ങൾ വിദേശത്താണെങ്കിലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ മറക്കരുത്. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ സമയം എടുത്ത് ചെയ്യേണ്ടതും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമാണ് ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യുക എന്നത്. പലരുടെയും അപേക്ഷകൾ റിജക്റ്റ് ആകുന്നത് ഫോട്ടോകൾക്ക് വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ പ്രധാനമായും 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തേത്, രേഖകൾ എങ്ങനെ തയ്യാറാക്കാം. വെറുതെ ഒരു ഫോട്ടോ എടുത്ത് അയക്കരുത്. നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് വെച്ച് നിഴൽ വീഴാതെ ഫോട്ടോ എടുക്കുക. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് സ്കാനിംഗ് ആപ്പുകൾ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. വശങ്ങൾ കൃത്യമായി ക്രോപ്പ് ചെയ്യണം. ആധാർ കാർഡിൻ്റെ ഒറിജിനൽ തന്നെ സ്കാൻ ചെയ്യുക. അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അത് വീണ്ടും ഫോട്ടോ എടുക്കുന്നത് ഒഴിവാക്കുക. രണ്ടാമത്തേത്, ഫയൽ ഫോർമാറ്റും സൈസും. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോകൾ ഒന്നുകിൽ JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിൽ ആയിരിക്കണം. വെബ്സൈറ്റിൽ ഓരോ രേഖയ്ക്കും കൃത്യമായ സൈസ് പറയുന്നുണ്ട്. സാധാരണയായി 2 MBയിൽ താഴെ. നിങ്ങളുടെ ഫോട്ടോയുടെ സൈസ് കൂടുതലാണെങ്കിൽ ഗൂഗിളിൽ പോയി ഇമേജ് കംപ്രസർ എന്ന് സെർച്ച് ചെയ്താൽ ഗുണനിലവാരം കുറയാതെ തന്നെ സൈസ് കുറയ്ക്കാൻ പറ്റും. സൈസ് കൂടിപ്പോയാൽ
വെബ്സൈറ്റ് അത് സ്വീകരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് എറർ മെസ്സേജ് വരും. മൂന്നാമത്തേത്, ഓരോ രേഖയും തിരഞ്ഞെടുക്കുമ്പോൾ SSLC ബുക്ക് നിങ്ങളുടെ ജനനത്തീയതി തെളിയിക്കാൻ ഏറ്റവും നല്ല രേഖയാണിത്. ഇതിൻ്റെ മുൻവശത്തെ പേജ്, അതായത് നിങ്ങളുടെ പേരും ജനനത്തീയതിയും വ്യക്തമായി കാണുന്ന പേജ് വേണം അപ്ലോഡ് ചെയ്യാൻ. ആധാർ കാർഡ്. അഡ്രസ് പ്രൂഫ് ആയി ആധാർ നൽകുമ്പോൾ അതിൻ്റെ 2 വശവും മുന്നിലെ പേരും പിന്നിലെ അഡ്രസ്സും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഒരു ഫയലാക്കി മാറ്റുന്നത് BLOയ്ക്ക് പരിശോധിക്കാൻ എളുപ്പമായിരിക്കും. ഫോട്ടോ എടുക്കുമ്പോൾ വെളുത്ത ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക. തൊപ്പിയോ കൂളിംഗ് ഗ്ലാസോ വെച്ച ഫോട്ടോകൾ ഒഴിവാക്കണം. ഇനി നിലവിൽ വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് വിലാസം മാറാനോ അല്ലെങ്കിൽ പേരോ ഫോട്ടോയോ തിരുത്താനോ ഉണ്ടെങ്കിൽ ഫോം 8 ആണ് ഉപയോഗിക്കേണ്ടത്. ബൂത്ത് മാറാനും ഈ ഫോം തന്നെ ഉപയോഗിക്കാം. അപേക്ഷ നൽകി കഴിഞ്ഞാൽ BLO നിങ്ങളുടെ വീട്ടിൽ വന്ന് പരിശോധന നടത്തും. അതിനുശേഷം മാത്രമേ നിങ്ങളുടെ പേര് പട്ടികയിൽ ഔദ്യോഗികമായി വരികയുള്ളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, സമയം വളരെ കുറവാണ്. മാർച്ച് 23 വരെ കാത്തു നിൽക്കാതെ ഇന്നു തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. വോട്ട് ചെയ്യുക എന്നത് നമ്മുടെ അവകാശമാണ്. അത് പാഴാക്കരുത്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.